ഗൈസ് അങ്ങനെ ഒടുക്കം സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടുന്ന് ശരിക്ക് ഒന്ന് ജസ്റ്റ് മറിഞ്ഞ മനുഷ്യൻ തീർന്നു. ഗൈസ് എല്ലാവർക്കും പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലൂരാണ്. കുടജാത്രി ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. കൊല്ലൂരിൽ നിന്നാണ് കുടജാത്രിയിലേക്കുള്ള ട്രെക്കിങ്ങിൻ്റെ ജീപ്പ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ജീപ്പിൽ പോയിട്ട് വേണം കുടജാത്രിയിൽ പോയി ട്രെക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടുന്നാണ് ജീപ്പ് കിട്ടട്ടോ. കൊല്ലൂർ ടെമ്പിളാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഇത് കണ്ടോ, ഈ കണ്ട ഇതാണ് കൊല്ലൂരിലുള്ള ടെമ്പിൾ കേട്ടോ, ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ. ഇവിടെ ഈ കാണുന്ന ജീപ്പിലാണ് സഫാരി ഫസ്റ്റ് കൊണ്ടുപോവുക. പിന്നെ അവിടെ നിന്നാണ് ട്രക്കിങ് ഉണ്ടാവല്. നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് അവസ്ഥ, കിട്ടോ ഇല്ലയോ എന്നൊരു ഐഡിയ അല്ല. ഇവിടെ ആരും കാണാനൊന്നുമില്ല, കിട്ടിയാൽ നമ്മൾ പോവും. ഗൈസ് അങ്ങനെ ട്രക്കിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ടോട്ടല് 8 ആളാണ് വേണ്ടത്. അതിൽ 5 പേര് ഇപ്പോൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ, ഇതിന് തൊട്ട് മുമ്പിലാണ്. ഇവിടുന്നാണ് ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യുക. അവർ 8 പേരാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒരു 3 പേരുകൂടി എത്ര എന്നാണ് പറഞ്ഞത്. ഞാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റുമെന്നോ പോലെ, എന്തായാലും ട്രക്കിംഗ് അല്ലേ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടും. അപ്പോൾ ഈ കാണുന്ന കേട്ടോ കൊല്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിള്. കണ്ടില്ലേ, ഒരു രഥം കണ്ടില്ലേ അവിടെ. നമ്മളെ പാലക്കാട് രഥോത്സവത്തിന് പോയിരുന്നില്ലേ, അതുപോലത്തെ ഒരു രഥം കണ്ടില്ലേ അവിടെ. അവിടെ വലിയ പ്രോഗ്രാമായിട്ട് നടക്കുന്ന പരിപാടിയാണിത്. ഞാൻ ആകെ കാലൊക്കെ ഷൂ ഒക്കെ നനഞ്ഞിരിക്കുക, ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. ഞാനിവിടെ ഒരു ഹോട്ടലുണ്ട്, ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ. കാരണം ഒന്നും കഴിച്ചിട്ടില്ല, ട്രക്കിങ് ചെയ്യണ്ടല്ലേ, അല്ലെങ്കിൽ നന്നായി ക്ഷീണിക്കും. ഇതെല്ലാം മെയിൻ എൻട്രി, അപ്പുറം സൈഡിൽ കൂടി ആയിരിക്കാവുന്ന സാധ്യത. എന്തായാലും കഴിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഹോട്ടൽ ശിവസാഗർ, ഇവിടുന്ന് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ 2 പൂരി ഓർഡർ ചെയ്തിരുന്നു. പൂരി ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും കഴിക്കാതെ പോയാലേ പണിട്ടും. ഒരു 3 ആൾ കൂടി ആയ ട്രക്കിങ് ഓക്കെയാണ്. ഞാനിത് നടക്കുന്ന കരുതിയല്ല, എന്തായാലും തെറ്റാണൊക്കെ. കൊല്ലൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്നിട്ട് ജീപ്പ് ഉണ്ടാവും, അവിടെ വന്നിട്ട് ജസ്റ്റ് ചോദിച്ചാൽ മതി, വേറെ ചൊറകളൊന്നുമില്ല. കുറച്ചുകൂടി നേരത്തെ വരെയാണ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. കാരണം കുറച്ചുകൂടി നേരത്തെ ആകുമ്പോൾ ആളുകളുണ്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8 മണിയായി. 2 പൂരിയും ചട്ടണിയും പിന്നെ പൂരിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കറി ഉണ്ടല്ലോ, അത് എത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് പിടക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 1.5 മണിക്കൂറുണ്ട് കുടജാത്രിയിലെ ട്രക്കിംഗ് സ്പോട്ടിലെത്താൻ. അവിടെ 1.5 മണിക്കൂർ ട്രക്കിംഗ് സമയമുണ്ട്, തിരിച്ച് 1.5 മണിക്കൂർ. അങ്ങനെ 5 മണിക്കൂറിനടുത്താണ് നമുക്ക് ടൈം വരുന്നത് കേട്ടോ. അപ്പോൾ 1 മണിയാകുമ്പോഴേക്ക് നമുക്ക് തിരിച്ചു വരാം. നല്ല ടൈമിംഗ് ആണ്. ഇവിടെ വന്നുകൊണ്ട് കുളിച്ച് മറ്റ് റെഡിയായി എനിക്കങ്ങനെ നേരെ ഗോക്കറിന് പോയി അങ്ങനെ പോവുകയും ചെയ്യാം. പോകുന്ന റോഡിലൊരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. ഹെവി ഫോഗ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, പൊളിച്ചിക്കൊണ്ട് മക്കളെ പൊളിച്ചിക്കും. എൻ്റെ കൂടെ എല്ലാവർക്കും മലയാളീസാണ്. കാതിരപ്പള്ളി തൃശ്ശൂർ ഭാഗത്തിലാണ്. ചേട്ടൻ്റെ വീടോടെ? നിങ്ങളെ വീടോ? ഞങ്ങൾ അതിരപ്പള്ളി. നിങ്ങളോ? നിങ്ങളിവിടൊക്കെ ശരിക്കും ഹോട്ടലുണ്ട്. അതിരപ്പള്ളി വൈഫിൻ്റെ അവസ്ഥ അതിരപ്പള്ളി. ഇതൊരു ഫാമിലിയാണ് ടോട്ടല്. വേറെ ഫ്രണ്ടിലൊരു ഫാമിലി കൂടി ഉണ്ട്. ജീപ്പിലിങ്ങനെ പോന്നപ്പോൾ ഇവർ ചായ കുടിക്കാനൊരു 10 മിനിറ്റ് നിർത്തി തന്നേട്ടോ. ഹോട്ടൽ ശ്രീ ബെനഗ, ഞിട്ടൂർ. കൂടുതലൊന്നുമില്ല.
ഈ ബസ്സിന് താഴെ ഭാഗം ഉണ്ടാക്കുക ബോഡിയൊക്കെ എടുത്ത് മാറ്റിക്കുക. അതെന്താ വെച്ചാൽ ഈ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നത് അങ്ങനെ ആ ബോഡി അടിത്തട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കളഞ്ഞതാണ്. ഇതിനൊക്കെ ഉണ്ട് ചെറിയൊരു ചെരിവ്. ഹിൽ സ്റ്റേഷനായിട്ട് ബോഡി വർക്ക് ചെയ്തതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ മൂകാംബിക വരേണ്ട റൂട്ട് ഉണ്ടല്ലോ, മൂകാംബിയിൽ നിന്ന് ബസ് ഉണ്ട് ഇങ്ങോട്ട്. വേണമെന്നുണ്ടെങ്കിൽ ബസ്സിന് നമുക്ക് വരട്ടോ. ഈ 1 മണിക്കൂർ കൂടി ഉണ്ട് നമ്മളെ സ്പോട്ടിലേക്ക് എത്താൻ. അരമണിക്കൂറായിട്ട് എടുക്കുമ്പോൾ യാത്ര തുടങ്ങിയിട്ട്. ഇവിടെയൊക്കെ നല്ല റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിക്കൊണ്ടോ. ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഇതിൻ്റെ ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്നാണ് കേട്ടോ. ട്രക്കിങ്ങിന് ചാർജ് വരുന്നത് 400 രൂപയാണ് കേട്ടോ. ഇവിടുന്ന് 6 കിലോമീറ്ററിൻ്റെ അടുത്ത് ട്രക്കിംഗ് ഉണ്ട്. ശരിക്കും ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് ട്രക്കിങ്ങിനും വരാം. ഇവിടേക്ക് തോന്നുന്നു വണ്ടിയൊക്കെ ഓടുന്നിട്ടിട്ട് ഇവിടുന്ന് നടന്നു പോകാനും പറ്റും തോന്നുന്നു. അങ്ങനെ ഇവിടുന്ന് പാസ്സൊക്കെ എടുത്താണ്ട് നേരെ കയറുകയാണ്. ട്രക്കിങ്ങിന് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി ഫുള്ള് ഓഫ് റോഡാണ്. നല്ല ചളിക്കുണ്ടാണ് മക്കളെ, ചളിക്കുണ്ടാണ്. കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ട് ഇതുപോലെ. ഗൈസ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പോരാ, ഹെവി ഓഫ് റോഡ്. എൻ്റെ തല കമ്പി മേടിച്ചിടിച്ചിടിച്ച് തല മുഴച്ച് പോ. എനിക്ക് ട്രക്ക് ചെയ്യാൻ ഇന്നലെ ചെയ്തതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോൾ ഇന്നിവിടെ ചെയ്താൽ ഞാൻ ചിലപ്പോൾ ബോഡി പക്ക വിൽക്കും. നാളെ ഇപ്പം ചെന്നത് ഗോക്കറിനേലും ചെയ്യേണ്ടതാണ്. അതാണ് ഞാൻ ട്രക്കിങ് ചെയ്യാൻ കേട്ടോ. ഈ റോഡൊക്കെ കുണ്ടിലൊക്കെ ചെയ്താൽ പോകുന്നുണ്ട്. സംഭവം എന്തായാലും നൈസാണ്. ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അടിപൊളി വ്യൂ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏതാണോ പുള്ളിയുടെ രക്ഷയില്ല. ഈ ഓഫ് റോഡാണ്. മൊബൈൽ മുറുക്കി പിടിച്ചിട്ടാണ് അതിൽ പോയാൽ പോയി. ഏതാണ്ട് ടോപ്പിലൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫോഗ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേസ് നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വരുമ്പോൾ തന്നെ 2 ടെമ്പിളാണ് കാണിക്കുന്നത്. മുകളിൽ ഒരു തപസ്സിരുന്നൊരു സ്പോട്ടുണ്ട്, സ്ഥലമുണ്ട്. അവിടെയാണ്, അതാണുള്ളത് മുകളിൽ. 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇവിടെ 2 ടെമ്പിൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. 1.5 കിലോമീറ്റർ മുകളിലേക്ക് നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ട്രക്കിങ്ങിന് വരുന്നതിനേക്കാൾ കൂടുതൽ ഫാമിലീസാണ്. കാരണം ഇവിടെ ടെമ്പിളിലേക്ക് വന്നിട്ട്, ഇവിടെ താഴെ മൂകാംബിക ടെമ്പിളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് കാണാൻ വരുന്ന ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഫാമിലീസ്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ പ്രത്യേകത? എന്താണ് ഈ 2 അമ്പലത്തിലെ? ഇത് പണ്ട് ശ്രീ ശങ്കരാചാര്യർ ഒന്ന് തപസ്സിരുന്ന സ്ഥലമാണെന്ന് പറയണേ. അതിനുശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ അമ്പലമാണ്. നമ്മുടെ മൂകാംബിക ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ ക്ഷേത്രങ്ങൾ മാത്രമാണ്. മൂകാംബികമായിട്ട് ബന്ധമുണ്ടല്ലേ ഇത്? ഇത് രണ്ട് പ്രതിഷ്ഠയാണോ ഇവിടെ? പ്രതിഷ്ഠയുണ്ട്, ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. ഈ മുകളിൽ എന്താണ് വരുന്നത്? മുകളില് കുടജാദ്രിയുടെ ബാക്കി പ്രകൃതി രമണീയമായ ക്ഷേത്രങ്ങളൊന്നും തപസ്സിരുന്നൊരു ഒന്നും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. മുകളിലേക്ക് പോയേക്കലെന്നാ? മുകളിൽ പോവല്ലേ? മുകളിലേക്ക് പോകാം. സംഭവം നൈസ് റൂട്ടാണ് കേട്ടോ. ചെറുതായിട്ട്
വെള്ളം ഇങ്ങനെ തോട് പോലെ ഒലിച്ചു വരുന്നുണ്ടല്ലേ. ഓ ഹെവി 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 പൊളി പൊളി. നൈസ് ക്ലൈമറ്റ്. അങ്ങനെ പക്കാ കോടായിട്ടൊന്നും കാണാതിരിക്കണമെന്നില്ല, എന്നാൽ കുറച്ചൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ മുകളിൽ കയറിയപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഏതാണെന്ന് അറിയില്ല, നൈസ് മീനുകളൊക്കെ ഉണ്ട്. ഇതിലെ മുകളിലേക്ക് കയറണം. ഇവരാണ് എൻ്റെ കൂടെ പോകുന്ന ടീംസ്. ഇവിടെ കുറച്ച് കയറിയപ്പോൾ ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട ചെറിയ അടിയിലൊരു ഗുഹ പോലെ തോന്നിക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുകളിലെത്തിയപ്പോൾ കാണുന്ന സീനായിട്ടത്. അവിടേക്ക് ചെന്നൊരു വ്യൂ പോയിൻ്റ് ആണ് തോന്നുന്നു. ഇവിടെയാണ് മുകളിലേക്ക് എല്ലാവരും പോകുന്നത്. ഇപ്പോൾ പോകുന്നത് പക്ക സൈഡ് കൂടി കേട്ടോ. ഇവിടെ ഇത് കണ്ടോ, ഇവിടുന്ന് ശരിക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മനുഷ്യൻ തീർന്നു. ജസ്റ്റ് ഒരു ഗാരിക്കട ഒന്നും വെച്ചിട്ടൊന്നുമില്ല. എങ്ങനെ മനുഷ്യർ ഇതിൽ പോവാ? സാധാ പോലെ പോകണ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ ഓരോന്ന് കാട്ടിക്കുട്ടി പോവുകയാണെങ്കിൽ അപ്പുറത്ത് കിടക്കും, പിന്നെ ആളെ കിട്ടൂല. സംഭവം പൊള്ളിയാണ് കേട്ടോ. ജീപ്പ് നിർത്തി കൊടുക്കുന്നില്ല ഈ റൂട്ടുണ്ടല്ലോ, അത് ഭയങ്കര സംഭവമായി തോന്നി എനിക്ക്. എവിടെയും കാണാത്ത ടൈപ്പ് ഇലകളുണ്ടോ. നമ്മൾ നേത്രാവതി ബീച്ചിൽ ഇന്നലെ കയറിയപ്പോൾ ഇതുപോലത്തെ ഒരു ഐറ്റം കണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്താണ് സംഭവം? പൊളിയാണ് മക്കളെ, പൊളി. കൊല്ലൂർ ടെമ്പിൾ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. അതുപോലെ കൊടജാത്രിക്ക് മാത്രമായിട്ട് വന്നാലും നഷ്ടമൊന്നുമില്ല. എന്തായാലും ഒന്ന് കാണുക. സംഭവം പൊളി സ്പോട്ടാണ്. ആരൊക്കെ അവിടെ കയറാൻ കഴിയാതെ ക്ഷീണിച്ചിരിക്കണ കണ്ടിട്ടോ. ജസ്റ്റ് ഇവർ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണ്ടേനു. കാരണം ഇത്രയും പൈസ ഒക്കെ വാങ്ങുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം എന്താ ഇത്രയും ആളുകൾ വരുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇത്രയും നല്ലൊരു ടോപ്പ് സ്പോട്ടൊക്കെ ആയി മാറിയിട്ടുണ്ട്. പിന്നെ എന്താ ഇപ്പോൾ ചെയ്യുന്നതിന്? ഇത് മറ്റേ പറയാൻ പറ്റില്ല, എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായാൽ അപ്പോഴുള്ള ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ എത്തിയപ്പോൾ ഞാൻ നല്ലൊരു കാര്യം കണ്ടിട്ടോ, വേസ്റ്റ് ബോക്സ്. ഇത് നല്ലൊരു തീരുമാനമായി. ഇതിപ്പോൾ കന്നഡ മാത്രമാണല്ലോ, അപ്പോൾ കന്നഡക്കാർക്ക് മാത്രമുള്ളൂ സംഭവം. എന്തായാലും വേസ്റ്റ് ഇടരുതെന്നാണ്. ലാംഗ്വേജ് മനസ്സിലായിട്ടില്ലെങ്കിലും ഇവിടെ ഒരു കമ്പിയൊക്കെ കെട്ടിയിട്ട് അടച്ചിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ കമ്പി കെട്ടി അടച്ചാലും ഇതിലാളുകൾ പോകുന്നുണ്ട്. നോക്കാം, നമുക്ക് എത്താണി പോയേക്കാം. കമ്പി കെട്ടി അടച്ചിരിക്കണം, പോകണ്ടെന്നുള്ളതാണല്ലോ, പോകാതിരിക്കുകയാണ് നല്ലത്. കല്ലുകളുണ്ടൊക്കെ, ചെറിയ ചെറിയ കല്ലുകൾ. നമ്മളെ ഈ ഉരുൾപൊട്ടൊക്കെ നടന്നാൽ അവിടെ അതേപോലെ കാണാൻ കഴിയും കല്ലുകൾ. ഒരു സംഭവം ശ്രദ്ധിച്ചോ, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് ഒരു നല്ല ഭംഗിയുള്ളൊരു പൂ കാണാനുണ്ട് കേട്ടോ. സംഭവം നൈസായിരിക്കും. ആ സൗണ്ട് ശ്രദ്ധിച്ചോ, വീടുകളിലൊക്കെ. ഏതാണ്ട് മുകളിലെത്താനായി തോന്നുന്നു. ഇപ്പം സമയം 10:30 ആയിട്ടോ. അരമണിക്കൂറായി. നമ്മൾ ഇനി ഒരു മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. ഒരു സംഭവം എന്താ വെച്ചാൽ എൻ്റെ റെയിൻകോട്ട് കാണാമല്ലോ. ഒന്നല്ലെങ്കിൽ ആ ജീപ്പിൽ ചാടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോരുന്ന ബൈക്ക് ഉടനെ ചാടിയിട്ടുണ്ടാവും. എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മുഞ്ചി. ഗൈസ്, മുകളിലെത്തിയപ്പോൾ നല്ല മഴ കേട്ടോ. റെയിൻകോട്ട് ഉണ്ടാക്കി റെയിൻകോട്ട്
ഇടാൻ വകുപ്പില്ലാതായല്ലോ. വണ്ടിയിലുണ്ടാവുന്നില്ല പ്രതീക്ഷ ഉണ്ട്. ആ ഓഫ് റോഡിൽ ചാടിപ്പോയതാണെന്നൊക്കെ ഡൗട്ടുണ്ട് വണ്ടിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പെടലിട്ടു. ഗൈസ് അങ്ങനെ ഒടുക്കം സ്പോട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ എമ്പമായ കൊണ്ടുപോവാ, അല്ലാതെ വേറെ വകുപ്പൊന്നുമില്ല. സംഭവം ഞാനിവിടെ ഒരു ബാരിക്കേഡ് വെക്കാൻ പറയാൻ കാരണം എന്താ പറയുക, ട്രക്കിംഗ് സ്പോട്ട് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മൊത്തം ഈ തീർത്ഥാടകരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഈ ഏജിലായിട്ടുള്ള ആളുകളാണ് വരുന്നത്. അവർക്ക് പൈസയും മേടിക്കണമല്ലേ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ തപസ് ഇതെന്ന് പറയുന്ന സ്പോട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞു, ഇതോടെ ഇവിടെ കഴിഞ്ഞു. ഇതാണ് കൊടജാദ്രി കേട്ടോ. പക്ഷേ നല്ലൊരു ട്രക്കിങ് സഫാരി കൊണ്ടവർക്ക് സഫാരി ഒക്കെ കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നുകൊണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക, ട്രക്ക് ചെയ്യുക, സഫാരി അടിക്കുക. ഞാനിവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നിൽക്കണില്ല. താഴെ പിന്നൊരു ഗുഹയുണ്ട്. അപ്പോൾ വരുന്നവർ അതും കണ്ട് ഇറങ്ങാം. അപ്പോൾ പോവല്ലേടാ, എന്നാൽ പോരെ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? എന്താണ് ഇവിടെ ശങ്കരാചാര്യരും താമസിക്കുന്ന സ്ഥലമല്ല. ഇതായിട്ട് അറിയില്ലേ? പിന്നെ താഴെ ഒരു ഗുഹയുണ്ടെന്ന് പറയുന്നുണ്ട് പുനർജി. അത് ഒരുപാട് ആൾക്കാർ കടക്കില്ലേ? ബുദ്ധിമുട്ടാണ്. വലിയ ടൈമുമില്ല, നമുക്ക് പതുക്കെ ഇങ്ങനെ ഇറങ്ങാം. എൻ്റെ ഒരു കോട്ട് നഷ്ടമായിക്കണം. ചിലപ്പോൾ വണ്ടിയിലാകരം, അല്ലെങ്കിൽ പോരിനേക്ക് അവിടെ ചാടിയിട്ടുണ്ടാവും. അതിങ്ങനെ ഗൈസ് അങ്ങനെ നമ്മൾ താഴെത്തിട്ടോ. നമ്മളെ ജീപ്പിലുള്ള ആളുകളൊക്കെ ഉണ്ട്, 2 പേരുണ്ട് വരാണ്ട്. പിന്നെ നമ്മളെ റെയിൻ കോട്ട് കിട്ടിയിരിക്കും കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ആ ഓഫ് റോഡ് അടിച്ചപ്പോൾ നല്ല ചാട്ടക്കല്ലേ, ആ ചാടി 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 ഇതുമല്ല ഒരു വെള്ളം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നിൽക്കുകയാണ് സാധനം. അതാണ് ഉണ്ടായത്. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാ ചേട്ടാ പോവല്ലേ നമുക്ക്? നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തിക്കണേ. നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തി. നിങ്ങള് ഞാൻ ചാലക്കുടി മണി നമ്മുടെ മണിയുടെ നാട്ടിൽ നിന്ന് വരുന്നത്. നമ്മുടെ നാട്ടിൽ പോയ കലാഭവൻ മണിയുടെ നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ നമുക്ക് പോവല്ലേ? ശരി, ഞങ്ങള് ചാനലില് വീഡിയോ കാണുന്നുണ്ടെന്നാ. നിങ്ങള് പേര് പറഞ്ഞില്ല? ചാനലിന്റെ പേര്? എന്റെ പേര് റിയാസ്. അപ്പൊ എന്നാ ശരി എന്നാ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. പിന്നെ അടുത്ത സ്പോട്ട് വരുന്നത് ഗോകർണയാണ്. ഗോകർണയിൽ ബീച്ച് ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്യാം.